സൃഷ്ടാവായ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് സൃഷ്ടാവിൻ്റെ വലിയ പദ്ധതിക്ക് വേണ്ടിയാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് വലിയൊരു പദ്ധതിയുണ്ട്. അത് നാശമാണെങ്കിലും വേദനയാണെങ്കിലും രോഗമാണെങ്കിലും നിരാശയാണെങ്കിലും ഈ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ ഇംപ്ലിമെന്റ് ആയേ മതിയാവുകയുള്ളൂ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, കഴിഞ്ഞ നാളിലെ ബഥേൽ കൺവെൻഷനിലെ പ്രവചനം ഓർമ്മയുണ്ടാവും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതയുടെ 8 റീജിയന്റെ കൺവെൻഷനുമായി കടന്നു പോകുമ്പോൾ എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, ബ്രദറെ ഓർമ്മയുണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, വാക്കുകൾ വീണ്ടും ചേർത്ത് വെക്കുന്നു. ആർക്കും ഇറങ്ങി നടക്കാനാവാത്ത ഒരു കാലഘട്ടത്തിലൂടെ യൂറോപ്പ് കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, ഇവിടെ പ്രകാശത്തിൻ്റെ ഒരു കണിക ഇവിടെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സഭയാണ്. ഈ സഭയിൽ ഒരു പ്രകാശത്തിൻ്റെ കണിക നീ സ്വീകരിക്കാൻ തയ്യാറാകുമെങ്കിൽ ദൈവം നിന്നെ ഒരു ക്രിസ്തുവാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, എവിടെ തുടങ്ങണം എന്ന ചോദ്യത്തോടെ ഇവിടെ തുടങ്ങുകയാണ്. പ്രശ്നങ്ങളൊന്നും തീർന്നിട്ടില്ല, പ്രയാസങ്ങളൊന്നും കെട്ടടങ്ങിയിട്ടില്ല. പുക പൊങ്ങുന്നത് പോലെ രാത്രികാലം നമ്മളെ സമീപിച്ചു കഴിഞ്ഞു. സുരക്ഷിതത്വം എന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ വളരെ പ്രയാസജനകമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു കഴിഞ്ഞു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, നമ്മളും ഇതിൽ നിന്ന് അന്യമല്ല. ചെതറിത്തെറിക്കുന്ന ശരീരങ്ങളും ഇനിയും മരണങ്ങളും ഒത്തിരിയേറെ പ്രശ്നങ്ങളും ഈ ലോകത്തെ വേട്ടയാടുമ്പോൾ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, നമ്മുടെ സഭയെ ഉയർത്തിപ്പിടിക്കുക സഭാമക്കളായ നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ വലതുകരം ഉയർത്തുക. ബഥേലിൽ ആളുകൾ കൂടും. ഇംഗ്ലീഷും ടീനേജും യൂത്തും ഇതുപോലുള്ള അഡൽട്സും ഒരുമിച്ച് കൂടുമ്പോൾ ദുഷ്ടന്റെ കണ്ണുകൾ ഇവിടേക്ക് കടന്നു വരാതെ അസൂയയുടെ, വിരോധത്തിന്റെ, എതിർപ്പിന്റെ കണികകൾ ഈ ജനത്തിൽ നിന്ന്, സഭയിൽ നിന്ന് മാറിപ്പോകുവാൻ ദൈവത്തിന്റെ മക്കൾ വലതു കൈ ഉയർത്തി 3 പ്രാവശ്യം ഹല്ലേലൂയ പറയുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, സൗഖ്യം അതെന്താണ്, എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വരിക? അതിനെ ആസ്പദമാക്കിയാണ് ഇന്നത്തെ ചുരുങ്ങിയ സമയം നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. ജെറമിയായുടെ പുസ്തകം 17-ാം അധ്യായം 14-ാം വാക്യം. ബൈബിൾ ഇങ്ങനെയാണ് പറയുക, കർത്താവേ അങ്ങെന്നെ സൗഖ്യപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. കർത്താവേ അങ്ങെന്നെ രക്ഷിക്കണമേ, അപ്പോൾ ഞാൻ രക്ഷിക്കപ്പെടും. അങ്ങ് മാത്രമാണ് എൻ്റെ പ്രത്യാശ. ഇത് ജെറമ്യാ പറയുന്ന വാക്കുകളാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, ഓർക്കുക, എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുവാനുള്ളതല്ല. സഹനങ്ങളും പീഡകളും ചില മരണങ്ങളും രക്തസാക്ഷിത്വങ്ങളും സഭയുടെ വളർച്ചയ്ക്കായി ദൈവം മാറ്റിവെക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സൗഖ്യമെന്ന് പറയുമ്പോൾ ഒരു രോഗശാന്തി മാത്രമായി വ്യക്തികൾ കാണരുത്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടവനെ, എല്ലാ രോഗങ്ങളും സൗഖ്യപ്പെടുവാനുള്ളതല്ല, എന്നാൽ എല്ലാ രോഗങ്ങളും ആശ്വസിപ്പിക്കപ്പെടുവാനുള്ളതാണ്. പക്ഷേ ഓർക്കുക, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥമായ സൗഖ്യം കടന്നു വരണമെങ്കിൽ ക്യാൻസറോ രോഗങ്ങളോ നിരാശകളോ ബാധ്യതകളോ
ആത്മീയമായ രോഗങ്ങളോ മാറണമെങ്കിൽ, ആത്മീയവും ശാരീരികവും ഭൗതികവുമായ സകല അനുഗ്രഹങ്ങളും നിലനിൽക്കുന്നത് ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ യേശു എന്ന വലിയ അനുഗ്രഹത്തിൽ മാത്രമാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ യേശുവിലൂടെ, സഭയിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങളല്ലാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ഒന്നും ലഭിക്കാനുള്ള സാധ്യതയില്ല. ബൈബിൾ പറയുന്നു, മരുന്നോ ലേപനമോ ഔഷധമോ അല്ല, ദൈവത്തിന്റെ വചനമാണ് സൗഖ്യമേവുക. എന്ന് വെച്ചാൽ മരുന്ന് സൗഖ്യം തരില്ലെന്നല്ല, ലേപനം സൗഖ്യം തരുമെന്നല്ല. നമുക്കറിയാം, യേശു പോലും തുപ്പലുകൊണ്ടാണ് സൗഖ്യം നൽകിയത്. മണ്ണു കുഴച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ യഹൂദ വിശ്വാസ പ്രകാരം സലൈവ ഒരു വലിയ ലേപനമായി ഉപയോഗിക്കുമ്പോൾ, യേശു പോലും അത് ഉപയോഗിക്കുമ്പോൾ മരുന്ന് ഒരു അനുഗ്രഹമായി ദൈവം മാറ്റും. അതുകൊണ്ട് തന്നെ മെഡിക്കേഷൻ, ഡോക്ടേഴ്സ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പ്രധാനമാണ്. പക്ഷേ ഓർക്കുക, ഈ ലോകത്തെ ഒരു ഡോക്ടർക്കും ഡോക്ടർ ആവാനാവില്ല. ഈ ലോകത്തെ ഒരു വ്യക്തിക്ക് പോലും പരിപൂർണമായ സൗഖ്യം തരാനാവില്ല. അങ്ങനെ ഒരുവനെ ഈ ലോകത്തുള്ളൂ. അവന്റെ പേര് നസ്രായനായ യേശു ക്രിസ്തുവാണ്. സ്വർണമോ വെള്ളിയോ എന്റെ കൈകളിലില്ല, പക്ഷെ എന്റെ കയ്യിൽ ഒരു നാമമുണ്ട്, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ ഡോക്ടേഴ്സ് പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ അതിന്റെ മുന്നിൽ RX എന്ന് എഴുതി വെക്കും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ എന്തിനാണ് ഇത് എഴുതുന്നതെന്ന് പലർക്കും അറിയത്തില്ല. പക്ഷെ അതിനൊരർത്ഥമുണ്ട്. ഞങ്ങൾ ട്രീറ്റ് ചെയ്യുന്നു, എന്നാൽ സൗഖ്യം ദൈവത്തിൻ്റെതാണ് എന്നാണ് അതിനർത്ഥമാവുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ സൗഖ്യം ദൈവത്തിൽ നിന്ന് മാത്രം സ്വീകരിക്കേണ്ട ഒരു വലിയ കടമയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ബെഥേലിലേക്കുള്ള യാത്രയുടെ നടുവിൽ ഇന്ന് കിട്ടിയ ഫോൺ കോൾ മാഞ്ചസ്റ്ററിൽ നിന്നായിരുന്നു. ഒരു 3-4 ഫോൺ കോൾ കൊണ്ട് തന്നെ മനസ്സിൽ കഠിനമായ വേദന. വൈക്കം ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ മാഞ്ചസ്റ്ററിലുള്ള ഒരു കുടുംബത്തിലെ ലീലാമി എന്ന് പറയുന്ന ഒരമ്മ അനോറിസം മൂലം തലയിൽ വെയിൻ പൊട്ടി ഐസിയുവിലും വെന്റിലേറ്ററിലുമായി മാറി മാറി കടന്നു പോകുന്നു. ഞങ്ങൾ പറഞ്ഞു, വാക്കുകളില്ല, എങ്കിലും ഇന്നത്തെ പരിശുദ്ധ കുർബാനയിൽ ലീലാമ ചേച്ചിയെ ദൈവം തൊടും. നിങ്ങളുടെ വിശ്വാസം സാക്ഷ്യമാക്കി ഈ വാക്ക് പറഞ്ഞ് ഇതിലെ കടന്നുപോയി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ ആ സമയത്താണ് ഒരു മെസ്സേജ് എനിക്ക് കടന്നു വന്നത്. ആ മെസ്സേജ് എടുത്ത് വായിക്കുമ്പോൾ അതിലിങ്ങനെയായിരുന്നു: ഡൊമിനിക് എന്ന ഒരു കുഞ്ഞ് തലയിൽ ഒരു മുഴയുമായി കഴിഞ്ഞ ദിവസം പെട്ടെന്ന് കണ്ണിന്റെ അവിടെ ചുരുങ്ങുകയും ഡോക്ടർ വിധി എഴുതി ക്യാൻസർ ആണെന്ന്. ആ അപ്പന്റെ കരച്ചിലിന് മുന്നിൽ ഒരു വാക്ക് കൊടുത്തു: ഇന്നത്തെ ഈ കൺവെൻഷനിൽ ദൈവത്തിന്റെ ദിവ്യകാരുണ്യം ആ മകനെ സൗഖ്യമാക്കുമെന്ന്. അതും ഇവിടെ ഇരിക്കുന്ന സഭാവിശ്വാസികളായ നിങ്ങളുടെ വിശ്വാസത്തെ പ്രതി. തീർന്നില്ല, കാറ് നിർത്തി ഇറങ്ങുമ്പോൾ കടന്നു വന്ന ചേച്ചി പറഞ്ഞു, എൻ്റെ പേര് ബെസ്സി, എനിക്ക് ക്യാൻസർ ആണ്, ട്രീറ്റ്മെന്റിലൂടെ ഞാൻ കടന്നു പോകുന്നു. ആ വ്യക്തിയോടും പറഞ്ഞു, ഒന്നും ഭയപ്പെടേണ്ട, ദൈവം യേശു നിന്നെ സൗഖ്യമാക്കും. പരിശുദ്ധ കുർബാന തുടങ്ങുന്ന സമയമായതുകൊണ്ട് ഓടിക്കേറിയപ്പോൾ ഒരു വോളണ്ടിയർ കയ്യിൽ ചേർത്ത് പിടിച്ചു. ഓർമ്മയുണ്ടോ ബ്രദറെ? എനിക്ക് പെട്ടെന്ന് ആ മകൻ ഓർമ്മ വന്നു. വിവാഹം കഴിഞ്ഞ് 11 വർഷം കുഞ്ഞുങ്ങളില്ലാത്ത അവന്റെ മുഖത്തേക്ക് നോക്കിയും ഞാൻ വിളിച്ചു പറഞ്ഞു, പരിശുദ്ധമായ ദിവ്യകാരുണ്യം നിനക്ക് അത്ഭുതം ചെയ്യും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, സൗഖ്യം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് കടന്നു വരിക? കടന്നു വരണമെങ്കിൽ ചില കാരണങ്ങൾ ഉണ്ടാവണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഇവിടെ ആളുകൾ ഇത്രയും പേര് കൂടണമെങ്കിൽ അതിന് ചേർന്ന സ്റ്റേജ്, ചെയറുകള്, അതിന് ചേർന്ന മൈക്ക് സിസ്റ്റം, എല്ലാ അറ്റ്മോസ്ഫിയറും റെഡിയാണെങ്കിൽ മാത്രമേ ഇത്രയും പേർക്ക് ഒരുമിച്ച് നിൽക്കുവാൻ സാധ്യതയുള്ളൂ. ഇതുപോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സൗഖ്യം കടന്നു വരണമെങ്കിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ആ വ്യക്തി ഒരു സൗഖ്യം കടന്നു വരുവാനുള്ള
ഒരു അറ്റ്മോസ്ഫിയർ അവന്റെ ശരീരത്തോ അവന്റെ ആത്മീയതയിലും അവന്റെ മനസ്സിലും സൃഷ്ടിക്കാതെ അവന്റെ ജീവിതത്തിലേക്ക് സൗഖ്യം കടന്നു വരാനാവില്ല. റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ ദൈവമാണെന്ന് കരുതി, ദൈവമാണെന്ന് പറഞ്ഞ് ചാടി പ്രതി വീണ് ഒരു മകനെയും ഇന്ന് സൗഖ്യപ്പെടുത്തുവാൻ ദൈവം പലപ്പോഴും ശ്രമിക്കാറില്ല. അത് റെയർ കേസുകൾ മാത്രം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഇന്നെല്ലാം ദൈവം നമുക്കായി ഒരുക്കി വെച്ചു കഴിഞ്ഞു. ദിവ്യകാരുണ്യം അത് നമ്മൾക്കായി മാറ്റി വെച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, എന്താണ് ചെയ്യേണ്ടത്? ഒരുക്കി വെക്കപ്പെട്ട കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കണം. നമുക്കറിയാമോ, ലോകത്തില് ദൈവം ഒരു ബാങ്ക് തുടങ്ങി. ബ്ലെസ്സിങ് എന്നാണ്, അനുഗ്രഹം എന്നാണ് ആ ബാങ്കിന്റെ പേര്. ആ ബാങ്ക് തുറന്ന് അനുഗ്രഹം അതിലിട്ട് അതിൻ്റെ അകത്തിട്ട് ദൈവമെല്ലാം ഒരുക്കി ക്രെഡിറ്റ് കാർഡ്, ATM കാർഡ് നമ്മുടെ കരങ്ങളിലേക്ക് ദൈവം തന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ATM-ൽ ചെന്ന് കാർഡിട്ട് നമ്മൾ കോഡ് അടിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിൽ അനുഗ്രഹമാകുന്ന അനുഗ്രഹം കടന്നു വരികയുള്ളൂ. പലപ്പോഴും കൗണ്ടറിൽ ചെല്ലുന്ന നമ്മൾ ഒരു കാര്യം കാണുവാൻ പറ്റും, കാർഡിടും, വിളിച്ചു പറയാനുള്ള സമയത്ത് നിന്റെ കോഡ് എന്തെന്ന് നീ മറന്നുപോകും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ലോകത്തിൽ അനുഗ്രഹത്തിനായി ഒരു കോഡേ ദൈവം നമ്മൾക്ക് നൽകിയിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, നസ്രായനായ യേശു എന്ന നാമത്തിൽ ഞാൻ പറയുന്നു, എനിക്കിത് വേണമെന്ന് പറഞ്ഞാൽ ദൈവം നൽകിയിരിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തി ജനിക്കുന്നതിന് മുമ്പേ, നീ നിന്റെ അമ്മയുടെ ഉദരത്തിൽ രൂപമെടുക്കും മുമ്പേ നിന്നെ ഞാൻ അറിഞ്ഞുവെന്ന് ജെറമ്യ 1:5 പറയുന്നു. സങ്കീർത്തനം 139:14, ദൈവമേ അങ്ങേ ഞാൻ സ്തുതിക്കുന്നു, കാരണം അങ്ങനെ വിസ്മരണീയമായി സൃഷ്ടിച്ചു. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് അങ്ങനെ മെനഞ്ഞപ്പോൾ എന്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഇവിടെയല്ല നിങ്ങൾ ജനിച്ചത് ദൈവത്തിന്റെ കരവിരുതിലാണ് ദൈവം നമ്മളെ ജനിപ്പിച്ചത് തന്നെ. അതുകൊണ്ട് തന്നെ ഈ രോഗമുണ്ടാകുമെന്നും ദൈവത്തിന്റെ ഫോർനോളജ്, ദൈവത്തിന്റെ സർവജ്ഞാനത്താൽ ദൈവത്തിന് അറിയാമായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ രോഗത്തെ മാറ്റുവാനുള്ള സൊല്യൂഷനും ദൈവം അന്ന് തന്നെ കാലങ്ങൾക്ക് മുമ്പേ ദൈവം സൃഷ്ടിച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ആ അനുഗ്രഹം എന്റെ ജീവിതത്തിൽ എടുക്കാതെ എന്റെ ജീവിതത്തിൽ മാറ്റമില്ല. ഹെബ്രായരുടെ പുസ്തകം 13:20 ആടുകളുടെ വലിയ ഇടയനായ യേശു ക്രിസ്തു, സമാധാനത്തിന്റെ ഉടമ്പടിയുടെ ദൈവം, സകല അനുഗ്രഹങ്ങളും കൊണ്ട് പരിശുദ്ധമായ ദിവ്യകാരുണ്യം എന്ന ബലത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് വളരെ വ്യക്തമായി പറയുന്നു, പുതിയ ഉടമ്പടിയുടെ രക്തത്താൽ സകല അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങൾ ധന്യരാകട്ടെ എന്ന് ബൈബിൾ പറയുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഹെബ്രായർ 13:20 എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വെച്ച സൗഖ്യം? ഇന്ന് വന്ന ക്യാൻസറിനെ അന്ന് ദൈവം സൗഖ്യമാക്കിയത് ഇന്ന് ഞാൻ എങ്ങനെ എടുക്കും എന്ന് ചോദിച്ചാൽ, ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, അതിന് ഒരു സൊല്യൂഷൻ ഉണ്ട്. നമ്മുടെ മുട്ടുകുത്തലുകൾ സൗഖ്യം തരണമെന്ന് നിർബന്ധമൊന്നുമില്ല. കൈ ഉയർത്തലുകൾ സൗഖ്യം തരണമെന്നില്ല. മലകയറ്റം സൗഖ്യം തരണമെന്നില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ടു ദ പോയിന്റ്, ഒരൊറ്റ ക്യാപ്സുളിൽ കടന്നു വരാതെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലും സൗഖ്യം വരില്ല. നിങ്ങളുടെ വിസയാകാം, നിങ്ങളുടെ ക്യാൻസർ ആകാം, നിങ്ങളുടെ രോഗമാകാം, നിങ്ങളുടെ നിരാശയാകാം. ഒറ്റ പോയിന്റിൽ നിങ്ങൾ ഫോക്കസ് ചെയ്താൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കാൻ ദൈവത്തിന് പറ്റും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എന്താകാം ആ ഒറ്റ പോയിന്റ്? യോഹന്നാന്റെ സുവിശേഷം 8:24 ഞാൻ തന്നെയെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, യേശു യഹൂദരോട്, ഫരിസേയരോട് സംസാരിക്കുന്നു. ഞാൻ തന്നെ എന്ന് നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ഒന്നുകൂടെ നിങ്ങൾ വായിച്ചോ, നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും
എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. എന്തെന്നാൽ, ശ്രദ്ധിക്കുക, വാക്കിനെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. എന്തെന്നാൽ ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. പാപത്തിന്റെ ശമ്പളം മരണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, പാപം രോഗം കൊണ്ടുവരും, പാപം നിരാശ കൊണ്ടുവരും, പാപം വേദനകൾ കൊണ്ടുവരും, പാപം അടിമത്തം കൊണ്ടുവരും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, പാപത്തിന്റെ ശമ്പളം മരണമാണെങ്കിൽ ആ മരണത്തെ മാറ്റുവാൻ യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാൻ, അത് സമൃദ്ധമായി ഉണ്ടാകുവാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് തന്നെ ദൈവമാരെന്ന് ഞാൻ വിശ്വസിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. യേശു ആരെന്ന് ഞാൻ വിശ്വസിക്കണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, രണ്ട് കാര്യങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രധാനമാണ്. ഒന്ന് മാനസാന്തരം എന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, യോഹന്നാൻ 2 ട്രാൻസ്ഫോർമേഷൻ, വെള്ളം വീഞ്ഞാകുന്ന, പാപി മാനസാന്തരപ്പെടുന്ന ഒരു വലിയ സാധ്യത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. 2, ട്രാൻസ്ഫോർമേഷൻ അപ്പുറം ഒരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടത് ട്രാൻസ്ഫിഗറേഷൻ ആണ്. എന്ന് വെച്ചാൽ രൂപാന്തരീകരണം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ തന്നെ. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായം 13-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ വളരെ വ്യക്തമായി മോശ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞാൻ പോയി നിന്റെ ജനത്തോട്, ഇസ്രായേൽ മക്കളോട് ഞാൻ പറയാം, എന്നെ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം അയച്ചിരിക്കുന്നു. അവർ ചോദിക്കും, നിന്റെ പേരെന്ത് എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയണം? ശ്രദ്ധിച്ചോണേ. അവർ ചോദിക്കും, നിന്റെ പേരെന്ത്? ഉടനെ ഞാൻ എന്തു മറുപടിയാ പറയേണ്ടത്? മോശയെ നോക്കി, ലോക ചരിത്രത്തിൽ വേണമെങ്കിൽ ഒരു ദൈവം കൺഫ്യൂഷനിലൂടെ, ഞാൻ ഇൻവേർട്ടഡ് കോമയിൽ പറയുന്നു, കൺഫ്യൂഷൻ അത് ദൈവത്തിന് ഇല്ല, എങ്കിലും ദൈവത്തിന് കൺഫ്യൂഷൻ തോന്നി, എന്താണ് എന്റെ പേര്? ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, അവൻ അവസാനം പറഞ്ഞു, ഞാൻ ആകുന്നവൻ ആകുന്നു. ഞാൻ തന്നെ I am who I am എന്ന് നീ ചെന്ന് പറയണം. പേര് പറയാൻ പറ്റാത്തവൻ, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ വിശ്വസിക്ക, ലോക ചരിത്രത്തിൽ ഒരു പേരിൽ ഒതുങ്ങാത്ത ഒരുവനെ ലോകത്തുള്ളൂ, അവൻ നസ്രായനായ യേശു ക്രിസ്തു. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കുപരിയായ നാമം നൽകി. എന്തുകൊണ്ടെന്നാൽ അവന്റെ മുമ്പിൽ എല്ലാ മുട്ടും മടങ്ങണം, എല്ലാ നാവും പാടണം, യേശു മാത്രം കർത്താവെന്ന്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കേൾക്കത്തില്ല, കേൾക്കത്തില്ല, കേൾക്കത്തില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, മാത്തമാറ്റിക്സിലെ ഫോർമുല ആണ്, 2 parallel lines never intersect each other. 2 parallel ലൈൻ ഒരിക്കലും കൂട്ടിമുട്ടാറില്ല. ദൈവം ദൈവമായതുകൊണ്ടും ഞാനായതുകൊണ്ടും ഒരുപോലെ ഒഴുകിയത് കൊണ്ട് ഇത് തമ്മിൽ കൂട്ടിമുട്ടാതെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഒരു പാരലൽ ലൈനായ യേശുവിനെ കൂട്ടിമുട്ടുവാനുള്ള ഒരു ചെറിയ ടേണ് ഞാൻ എടുത്താൽ, ഒരു വളവെടുത്താൽ, ഒരു ചെറിയ വളവെടുത്താൽ, ഒരു സമയത്ത് നീ ദൈവത്തെ കൂട്ടിമുട്ടും, ദൈവം നിന്നെ അനുഗ്രഹമാക്കി മാറ്റും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കേൾക്കത്തില്ല, കേൾക്കത്തില്ല. മാത്തമാറ്റിക്സിലെ ഒരു ഫോർമുല ആണ് A+B². ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഇതിന്റെ ആൻസർ അറിയാത്തവര് വളരെ കുറവാ. A² + 2AB + B². ഇത് അറിഞ്ഞതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കിട്ടുന്ന പ്രോബ്ലം സൊല്യൂഷൻ ഉണ്ടാകണമെന്നില്ല. എ എന്താണെന്നറിയണം, ബി എന്താണെന്നറിയണം. ഈ ഫോർമുല വീണ്ടും ഡിറൈവ് ചെയ്താൽ A² A into A plus 2 into A into B plus B into B. ഡിറൈവ് ചെയ്യുമ്പോൾ ഓരോന്നായി ഡിറൈവ് ചെയ്യണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ,
ആരാണ് നിങ്ങളുടെ ദൈവം? ഹൂ ആർ യു ഗോഡ്? ഈ ചോദ്യം ഒരു ഹൃദയത്തിൽ നിന്ന്, നെഞ്ചിൽ നിന്ന് ഉന്നയിക്കാതെ രോഗശാന്തി ഉണ്ടായിട്ട് എന്തു പ്രയോജനം? എവരിവൺ, സഭയുടെ മക്കളാണെങ്കിൽ ചോദ്യം ഉണ്ടാവണം, യേശുവേ നീ ആരാ? ഹൂ ആർ യു ഗോഡ്? ദൈവമേ നീ ആരാ? ദൈവം ഒരു വ്യക്തിയെ പോലും അറിയാതെ കടന്നു പോകുന്നില്ല. ഹി നോസ് എവരിതിങ്. നിങ്ങൾക്കറിയാമോ, യേശു എന്ന് പറയുക നമ്മളെ സംബന്ധിച്ച് 33.5 വർഷത്തിലുള്ള ഒരു മനുഷ്യ ചരിത്രം. ബൈബിള് 12 വയസ്സുവരെയും പിന്നീട് 3.5 വർഷക്കാലവും പറയുമ്പോൾ 15.5 വർഷം വെച്ച് യേശു ആരെന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം, നടന്നു പോകുന്നവനെ 12 വർഷമായി രക്തസ്രാവം ഉണ്ടായിരുന്ന ഒരു സ്ത്രീ വന്ന് തൊട്ടത് പിന്നിലൂടെയാണ് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ആർക്കും തൊടാം ദൈവത്തെ. പക്ഷേ ഓർക്കുക, ലോക ചരിത്രത്തിൽ അങ്ങനെ തൊട്ടവരൊന്നും വിജയം പ്രാപിച്ചിട്ടില്ല. പക്ഷേ ഈ സ്ത്രീ മാത്രം വിശ്വസിച്ചു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പിൽ പോലും എന്തോ ഒതുങ്ങിയിരിക്കുന്നു, അടങ്ങിയിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, അവൾ വിശ്വസിച്ചു, ഞാൻ തൊടാൻ പോകുന്നത് ഈ ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവം, അവന്റെ വസ്ത്രം മാത്രം മതി എനിക്കൊന്ന് സൗഖ്യമുണ്ടാവുവാൻ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങളുടെ വീട്ടിലെ ഒണിയൻ സവോള പോലാണ് ദൈവജ്ഞാനത്തിന്റെ ഒരു പ്രത്യേകത. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ആദ്യത്തെ ഭാഗം നിങ്ങളിങ്ങനെ അടർത്തുമ്പോൾ കണ്ണു നിറയും, അതുപോലെ വീണ്ടും അടർത്തുമ്പോൾ കണ്ണു നിറയും. അങ്ങനെ ഓരോ ഭാഗമായി പീൽ ചെയ്യുമ്പോൾ അവസാനം സർവ്വതും അവനിൽ ലയിക്കുന്ന ഒരു വലിയ സത്യമാണ് യേശു ക്രിസ്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നമ്മൾ കണ്ടതാണ് 3-ാം അധ്യായം 13-ാം വാക്യത്തില്, പുറപ്പാടില് മോശ ചോദിക്കുന്ന ചോദ്യം, നീ ആരാ, നിന്റെ പേരെന്ത്? ഇതുകൂടാതെ മോശയ്ക്ക് വലിയ ഈ സംശയം തീരാതെ അകത്ത് കടന്നിരുന്നു. അതവിടെ നിൽക്കട്ടെ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ പറഞ്ഞു, ഒന്ന് ട്രാൻസ്ഫോർമേഷൻ, മാനസാന്തരം. 2 രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിൽ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, മത്തായിയുടെ സുവിശേഷം, മത്തായി ശ്ലീഹ 17-ാം അധ്യായത്തില് ഒരു രൂപാന്തരീകരണം അതിനെക്കുറിച്ച് എഴുതുന്നുണ്ട്. ഇത് ലൂക്കാസ് സുവിശേഷകനും മർക്കോസിന്റെ സുവിശേഷത്തിലും വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ ശ്ലീഹ ഒഴിച്ച്. 2 പത്രോസ് 1:16 ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, രൂപാന്തരീകരണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, രൂപാന്തരീകരണം നടക്കുന്ന 17-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ 9-ഉം ലൂക്കാസ് സുവിശേഷന്റെ 9-ഉം ഇതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെയെല്ലാം നിങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 6 ദിവസം കഴിഞ്ഞ് യേശു, പത്രോസ്, യാക്കോബ്, യോഹന്നാൻ അവരെയും കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, രൂപാന്തരീകരണം തുടങ്ങുന്ന സമയത്ത് ബൈബിൾ എഴുതുന്നു, അത് നടക്കുന്നത് 6 ദിവസം കഴിഞ്ഞ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, അത് മർക്കോസ് സുവിശേഷകൻ 6 ദിവസമെന്നും ലൂക്കാസ് സുവിശേഷകൻ 8 ദിവസം കഴിഞ്ഞും എന്ന് എഴുതിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ രൂപാന്തരീകരണം നടക്കുന്നത് 6 ദിവസത്തിനോ 8 ദിവസത്തിനോ മുമ്പുള്ള ഒരു പ്രത്യേകമായ ഒരു കാര്യത്തിലൂടെയാണ്. അതിന്റെ റിസൾട്ട്, ആൻസർ, ഉത്തരമാണ് യേശുവിന്റെ രൂപാന്തരീകരണം. 6 ദിവസത്തിന് മുമ്പ് അല്ലെങ്കിൽ 8 ദിവസത്തിന് മുമ്പ് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, എന്താകാം? അത് മറ്റൊന്നുമല്ല, കേസറിയ ഫിലിപ്പിയിലൂടെ കടന്നു പോകുന്ന യേശു ക്രിസ്തു 16-ാം അധ്യായം നടന്നു പോകുന്ന വഴി അവൻ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ എന്നെ കുറിച്ച് എന്താണ് പറയുക? ഈ സംഭവത്തിന്റെ റിഫ്ലക്ഷൻ ആയിട്ടാണ് യേശു രൂപാന്തരപ്പെടുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, അവർ പറഞ്ഞു, ചിലർ ഏലിയ, ചിലർ ജെറമിയ, ചിലർ പ്രവാചകർ എന്നൊക്കെ പറയുന്നു. എന്നാൽ അവൻ ചോദിച്ചു, നിങ്ങൾ എന്താണ്
എന്നെ കുറിച്ച് പറയുക? പത്രോസിന്റെ മറുപടി മറ്റൊന്നുമായിരുന്നില്ല, സത്യമായി ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനാണ് നീ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, 17-ാം അധ്യായം രൂപാന്തരം നടക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, ഉയർന്ന മലയിൽ വെച്ച് രണ്ടുപേർ കടന്നു വരുന്നു. ഒന്ന് ഏലിയ, രണ്ട് മോശ. ഒന്ന് ഏലിയ പ്രവചനം, സകല പ്രവചനവും അവന്റെ മുന്നിൽ മുട്ടുകുത്തുന്നു. രണ്ട് മോശ നിയമവും അവന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, എന്തിന്? ഇവിടെ വളരെ ശ്രദ്ധിക്കുക. സുവിശേഷകൻ എഴുതി, ആർക്കും അലക്കി വെളുപ്പിക്കാനാവാത്ത ഒരു വസ്ത്രം അവൻ അണിഞ്ഞിരിക്കുന്നു, ശോഭയേറിയ വസ്ത്രം. അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി. ഈ ശിഷ്യന്മാർ ഇവനെ നോക്കി നിന്നു. ഈ സമയത്ത് ഒരു കനത്ത മേഘം വന്ന് അവനെ മറച്ചു. ശ്രദ്ധിക്കുക, അടുത്ത വാക്കിങ്ങനാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവനെ ശ്രവിക്കുക. എന്താണ്? അവന്റെ വചനം കേൾക്കുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, നമ്മൾ വിചാരിക്കുന്ന പോലെ സ്വർഗത്തിൽ നിന്ന് സ്വരം വന്നുവെങ്കിലും യേശുവിന്റെ ദൈവത്വം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നില്ല ഉണ്ടായത്. പിന്നെയോ യേശുവിന്റെ അകത്തുണ്ടായിരുന്ന ദൈവത്വം പുറത്തു വന്നു. അവൻ ആരാണെന്ന് അവൻ തന്നെ തന്റെ ശിഷ്യന്മാരുടെ മുന്നിൽ വെളിപ്പെടുത്തി. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, കൊളോസോസ് 2:9 പറയുന്നു, ദൈവത്തിന്റെ സകല സമ്പൂർണതയും അവനിൽ നിവസിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. സകല സമ്പൂർണതയും ദൈവത്വം മുഴുവൻ അവനിലാണ്. കൊളോസോസ് 1:15 പറയുന്നു, അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം. വീണ്ടും പറയുന്നു, സിംഹാസനങ്ങള്, ആധിപത്യങ്ങള്, അധികാരങ്ങള്, ശക്തികള് എല്ലാം അവന് വേണ്ടി, അവൻ മുഖേന സ്വർഗത്തിലും ഭൂമിയിലുള്ള സകലതും സൃഷ്ടിക്കപ്പെട്ടു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, പത്രോസ് ഓടി വന്നിട്ട് പറഞ്ഞു, 3 കൂടാരങ്ങൾ, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് നിനക്ക്. ചോദ്യം നമ്പർ 1, പത്രോസിന് മനസ്സിലായി ഇത് ഏലിയാണ്, ഇത് മോശയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ലോക ചരിത്രം എടുത്താൽ ഏലിയ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവൻ. അതുകൊണ്ട് തന്നെ ഏലിയയുടെ കടന്നുവരവ് കണ്ടപ്പോഴേ ഈ വ്യക്തികൾക്ക് മനസ്സിലായി ഇത് ഏലിയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, 2 മോശ, ഇത് മോശയാണെന്ന് ഈ ജനത്തിന് മനസ്സിലാവുകയാണ്. കാരണം ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, മോശയും ശരീരവുമായാണ് അവിടെ വന്നതെന്ന് വേണേ അനുമാനിക്കാം. കാരണം നിങ്ങൾ മോശയുടെ ചരിത്രം എടുത്താൽ നിയമാവർത്തന പുസ്തകം 34-ാം അധ്യായം 5-6 വാക്യങ്ങൾ, ഇവിടെ മോശ മൊവാബ് ദേശത്ത് വെച്ച് മരിക്കുന്നതായി ബൈബിൾ പറയുന്നു. അടുത്ത വാക്ക് പറയുന്നു, അവനെ മൊവാബില് ബെത്പയോറിന്, ആ താഴ്വരയുടെ, ആ ഒരു മലയുടെ ഓപ്പോസിറ്റായ താഴ്വരയില് അവനെ അടക്കി എന്നാണ് ബൈബിൾ പറയുക. മോശയെ അടക്കി. പക്ഷേ ഒരു വാക്കൂടെ അതിനോട് ചേർത്ത് വെക്കുന്നു, അവന്റെ ശവകുടീരത്തിന്റെ സ്ഥാനം ആർക്കും അറിയത്തില്ല എന്ന് എഴുതി വെച്ചിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, യൂദ എന്ന് പറയുന്ന പുതിയ നിയമ ലേഖനം ഉണ്ട്. അതിന്റെ 1-ാം അധ്യായം 9-ാം വാക്യത്തില് നമുക്ക് കാണാൻ പറ്റും, മിഖയാൽ മാലാഖ മോശയുടെ ശരീരത്തിന് കാവൽ നിൽക്കുന്നു. മരിച്ചതിന് ശേഷം സാത്താൻ വന്ന് ഈ മോശയുടെ ശരീരത്തെ വലിച്ചു പറിക്കാൻ നോക്കുന്നു, തട്ടിപ്പറിക്കാൻ നോക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ദൈവം ഒളിപ്പിച്ചു വെച്ചു മോശയുടെ ശരീരം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, എന്തിനാകാം? ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ദൈവത്തിന്റെ അമൂല്യ രഹസ്യങ്ങൾ, വളരെ വലിയ പദ്ധതികൾ കാണാം. എങ്കിലും ആ പദ്ധതിയിൽ ഒരു പ്രധാനപ്പെട്ട പദ്ധതി മോശയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന പദ്ധതിയായിരുന്നു. അതെന്താണെന്ന് അറിയാമോ? 33-ാം അധ്യായത്തില് മോശ
പുറപ്പാടില് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ദൈവമേ നിന്റെ മഹത്വം എനിക്ക് കാണിച്ചു തരണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, അന്ന് ദൈവത്തിന്റെ മഹത്വം കാണിച്ചു കൊടുക്കാൻ സാധ്യമായില്ല. ഒരു പരിധി വരെ മോശയെ മറച്ചു പിടിച്ച മോശയുടെ മേൽ കണ്ണുകൾ അടയ്ക്കുവാൻ ഒരു സാധ്യത വരുത്തി പിൻഭാഗം മാത്രം കാണിച്ചു കൊടുത്ത് ദൈവം കടന്നുപോയി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, പഴയ നിയമത്തിലെ ദൈവം തന്റെ ജനത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുവാൻ ആഗ്രഹമുള്ള ദൈവം, പക്ഷേ അവനെ തന്നെ വെളിപ്പെടുത്തുവാൻ സാധ്യതയില്ലായിരുന്നു. അങ്ങനെ സാധിച്ചാൽ ജനം മരിച്ചു പോകും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, മോശയുടെ ചോദ്യം, അങ്ങയുടെ മഹത്വം അങ്ങാരെന്ന് എനിക്ക് കാണിച്ചു തരണം. ഹല്ലേലൂയ. ദൈവമേ നീ ആരാ, എന്നെ കാണിച്ചതാ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, മോശയുടെ ചോദ്യത്തിന് ദൈവം ഉത്തരം കൊടുത്തു. പക്ഷേ ഉത്തരം കൊടുത്തത് പഴയ നിയമത്തിലല്ല. ആ ഉത്തരം ദൈവം കൊടുത്തത് പുതിയ നിയമത്തിൽ. മത്തായിയുടെ സുവിശേഷം 17, ലൂക്കായുടെ സുവിശേഷം 9, മർക്കോസിന്റെ സുവിശേഷം 9, 2 പത്രോസ് 1:16. അതുകൊണ്ട് ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, മോശ ചോദിച്ചു, നീ ആരാ? ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ദൈവത്തിനുള്ള ഒരേ ഒരു മാർഗം, അത് നസ്സാനായ യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു മാർഗമില്ല. പഴയ നിയമത്തിൽ യേശു ശരീരത്തിൽ വെളിപ്പെടാതിരുന്നത് കൊണ്ട്, അത് വെളിപ്പെടുന്നത് പുതിയ നിയമത്തിലായതുകൊണ്ട് മോശയുടെ ചോദ്യത്തിന് ദൈവം ഉത്തരം കൊടുത്തു. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ മറ്റൊരു നാമമോ മറ്റൊരു ജ്ഞാനോ ഈ ലോകത്തില്ല, അവൻ നസ്സാനായ യേശു ക്രിസ്തു മാത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, നിന്റെ ജീവിതത്തിലും ചോദ്യമുണ്ടാകണം. എനിക്കാരാണ് എൻ്റെ യേശു? യേശു ആരാ? ഒരു രക്ഷകനാണോ? തോറ്റുപോയി. ഒരു വിപ്ലവകാരിയാണോ? തോറ്റുപോയി. ഒരു നല്ല മനുഷ്യൻ? തോറ്റുപോയി. ഒരു സൗഖ്യദായകൻ? തോറ്റുപോയി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, യേശു അതിലും അപ്പുറമാ. പഴയ നിയമത്തിൽ പല പേരുകളിലാണ് യേശു അറിയപ്പെട്ടത്. ജഹോവ റോഫെ, ജഹോവ നിസ്സി, എൽ ഷദായി, എലോഹിം, അങ്ങനെ നമ്പർ ഓഫ് നെയിംസ് ദൈവത്തിന് വേണ്ടി അവർ എഴുതി വെച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, അബ്രഹാമിന് ഇസഹാക്കിന് പകരം കുഞ്ഞാടിനെ കിട്ടിയപ്പോൾ യഹോവ ഈരേ, മാറായിലെ ജലത്തിന്റെ നടുവിൽ ജഹോവ റോഫ എന്ന് വെച്ചാൽ സൗഖ്യദായകൻ, നിസ്സി, അങ്ങനെ നിർബന്ധപൂർവം ചില വാക്കുകൾ ഈ ദൈവത്തിന് വേണ്ടി എഴുതി വെച്ചു. എന്നാൽ പുതിയ നിയമത്തിൽ ഈ പേരുകളൊന്നും കടന്നു വരുന്നില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, എല്ലാ പേരുകളും ഒരു നാമത്തിൽ വന്ന് അടങ്ങി. ആ പേരാണ് നസ്സാനായ യേശു ക്രിസ്തു. ഇന്ന് റോഫയും ഈരയും നിസ്സിയും എലോഹിയും എൽഷദായി എല്ലാം ഒരു വ്യക്തിയാണ്. അവൻ നസ്സാനായ യേശു ക്രിസ്തു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചുമ്മാ ക്യാൻസർ മാറത്തില്ല, ചുമ്മാ ട്യൂമർ മാറത്തില്ല. മാറണമെങ്കിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട മകനെ, യേശു നിനക്കാരാണ് എന്ന് ഹൃദയത്തിൽ ഒന്ന് പൊട്ടിയാൽ മതി. ഒരു മുട്ട പുറത്തുനിന്ന് പൊട്ടിയാൽ അത് നഷ്ടമാണ്. എന്നാൽ ഒരു മുട്ട അകത്തുനിന്ന് പൊട്ടിയാൽ അത് ജീവൻ തരും. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ശ്രദ്ധിച്ചോണം, പുറത്തുനിന്ന് പൊട്ടുന്നതെല്ലാം നഷ്ടമാണ്. പക്ഷെ മുട്ട അകത്തുനിന്ന് പൊട്ടിയാൽ ഒരു കോഴിക്കുഞ്ഞ് വിരിയുന്നത് പോലെ നിന്റെ ഉള്ളിൽ ഒരു ദൈവിക ജീവൻ വിരിയണമെങ്കിൽ അകത്തുനിന്ന് പൊട്ടണം. അപ്പോസ്തലപ്രവൃത്തികൾ 2:37-38 അവർ പത്രോസിനോട് ചോദിച്ചു, ഹൃദയം നുറുങ്ങി ചോദിച്ചു, ഞങ്ങൾ എന്തു ചെയ്യണം? ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, പശ്ചാത്തപിക്ക. അതെന്താ പശ്ചാത്തപിക്കണ്ടേ? കുറെ കള്ളം പറഞ്ഞതല്ല, വ്യഭിചാരം ചെയ്തത് മാത്രമല്ല, അല്ലെങ്കിൽ കൊലപാതകം ചെയ്തതല്ല. പശ്ചാത്തപിക്കേണ്ടത് ഒറ്റ പോയിന്റാ. ഞാൻ എന്നെ സൃഷ്ടിച്ച എന്റെ സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, അവൻ ആൽഫയാണ് ഒമേഗയാണ്, ആരംഭമില്ല അവസാനമില്ല. അവൻ എല്ലാത്തിന്റെയും ആദ്യജാതൻ, പ്രതിരൂപം, ദൈവം തന്നെയായ ദൈവത്തിന്റെ ഏകജാതൻ യേശു ക്രിസ്തു.
ഒരു ഹല്ലേലൂയ പറഞ്ഞേ. വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ യേശു ക്രിസ്തുവിനെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ആർ യു റെഡി? ആർ യു റെഡി? മോശ പഴയ നിയമത്തിൽ ചോദിച്ചിട്ട് പോലും കാലങ്ങൾ കാത്തിരുന്ന് ദൈവം ഉത്തരം കൊടുത്തു. ഇന്ന് നിങ്ങൾ ചോദിച്ചാൽ പരിശുദ്ധാത്മ മുഖേന റെഡി ആൻസർ ആണ്. ഹല്ലേലൂയ. ക്യാൻസർ അല്ല മാറേണ്ടത്, ഹൃദയത്തിന്റെ ക്യാൻസർ. ട്യൂമർ അല്ല മാറേണ്ടത്, ഹൃദയത്തിന്റെ ട്യൂമർ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കേൾക്കത്തില്ല. കഴിഞ്ഞ ആഴ്ചയിൽ ഈ കൺവെൻഷന് വരുന്നതിന് മുമ്പ് KSCയുടെ ഒരു എറണാകുളം സോണിന്റെ ഒരു വലിയ പ്രോഗ്രാം എറണാകുളത്ത് നടക്കുന്നു, സെന്റ് സിസാസ് കോളേജിൽ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഒരു ടോക്ക് എനിക്കാണ് അലോട്ട് ചെയ്തിരുന്നത്. ഏതായാലും ആ ടോക്കിന് ശേഷം ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെ ഒരു ഫാമിലി വന്ന് ഓടിച്ചിട്ട് പിടിച്ചു. സേവ്യർ എന്ന് പറയുന്ന മകൻ പറഞ്ഞു, ഒന്ന് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? ഇപ്പം ഞാൻ അന്നെടുത്തത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനം, അതെങ്ങനെയാണ് വ്യക്തിജീവിതത്തിൽ മാറ്റം വരുത്തേണ്ടത് എന്ന സബ്ജക്റ്റ് ആയിരുന്നു. ഏതായാലും കടന്നു വന്ന സേവ്യരെയും കുടുംബത്തെയും ചേർത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിക്കാനിരുന്നു. ആ സമയം ഈ സേവ്യറിൻ്റെ മോള്, അവളുടെ ഒരു കുഞ്ഞ്, ഡോക്ടർ വിധി എഴുതി ഹാർട്ടിന് 2 ഹോളാണ്, പിറ്റേ ദിവസം ഓപ്പറേഷനാണ്. ഞാൻ ഇങ്ങോട്ട് കയറുന്നത് 5-ാം തീയതി. 5-ാം തീയതിയിൽ ഓപ്പറേഷൻ അവിടുത്തെ ഹോസ്പിറ്റലിൽ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, എന്തു പറയാനാ? പ്രാർത്ഥിക്കാൻ ഓർത്തു, കൈവച്ച് പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു. ഓടി വന്ന് അവരെ പൊട്ടിക്കരയുന്നുണ്ട്. കരച്ചിൽ കാരണം പ്രാർത്ഥിക്കാൻ പറ്റിയില്ല. ഏതായാലും 2 ഹോളുള്ള കുഞ്ഞിന്റെ തലയിലേക്ക് കൈവെക്കുമ്പോൾ അറിയാതെ ഈ മാതാപിതാക്കളോട് ചോദിച്ചു, യേശു സത്യദൈവമാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാമോ? ഏതായാലും കണ്ണീരിന്റെ നടുവിൽ അവരിങ്ങനെ തലകുലുക്കി. അവരറിയാതെ യേശു ഏക സത്യ ദൈവമെന്ന് വിളിച്ചു പറഞ്ഞു. ഡിവിനിറ്റി ഓഫ് ഗോഡ്, യേശുവിന്റെ ദൈവത്വം വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ പ്രാർത്ഥിച്ചു. ഫ്ലൈറ്റ് കയറി ഇവിടെ എത്തി. എനിക്ക് കിട്ടിയ ആദ്യത്തെ മെസ്സേജ് ഇതായിരുന്നു. ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കയറ്റിയ ഡോക്ടർ ഒന്നുകൂടെ സ്കാൻ ചെയ്തു. 2 ഹോളുള്ള കുഞ്ഞിന്, ഹാർട്ടിന് ഹോളുള്ള കുഞ്ഞ്, കർത്താവിന്റെ കൃപയാൽ, ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഒരു ഹോള് കംപ്ലീറ്റ്ലി അടഞ്ഞു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഓപ്പറേഷൻ നടന്നില്ല. നിങ്ങൾ ആരെയാ വിശ്വസിക്കുക? ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ പഠിപ്പിച്ചത് എക്കണോമിക്സ് ആയിരുന്നു, പഠിപ്പിച്ചത് കൊമേഴ്സ് ആയിരുന്നു. അക്കൗണ്ടൻസി, സാമ്പത്തിക ശാസ്ത്രമോ കൊമേഴ്സോ അക്കൗണ്ടൻസിയോ ലോകത്തിൽ വിജയം തരത്തില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, യേശു സത്യ ദൈവമാണെന്ന് എന്ന് തിരിച്ചറിഞ്ഞോ അന്ന് നെഞ്ചിലൂടെ ഒരു വാള് കടന്നുപോയി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഇവിടെ നിന്നുകൊണ്ട് പല മരണവും എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടും ഞാൻ എഴുന്നേറ്റ് നിന്നത് ഒറ്റ വിശ്വാസത്താലാണ്. എനിക്ക് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന ലോകം അതിപ്രധാനമാണ്. യേശു അല്ലാതെ മറ്റൊരു ദൈവം ഇല്ലേ ഇല്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഞാൻ പഠിപ്പിച്ചിരുന്ന കോളേജ് ആദ്യം MG യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജ്, MES എന്ന് പറയും, മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി. കേരളത്തിലെ എല്ലാ കോളേജുകളും ആ വിഭാഗത്തിന് കീഴിലുള്ളത് അവിടെയായിരുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, സൺഡേ സ്കൂൾ അധ്യാപകനായിരുന്ന ഞാൻ അവിടെ വെച്ചുള്ള എൻ്റെ പഠിപ്പീരിൻ്റെ കാലഘട്ടം, എൻ്റെ കൂടെയുള്ള ടീച്ചേഴ്സ് ഒരു 90% ആ ഒരു വിഭാഗം. എനിക്കാകെ അട്രാക്ഷൻ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, 5:30 പ്രാർത്ഥിക്കും. ഒരു ദിവസം 5 തവണ പ്രാർത്ഥനയിൽ മാത്രം ഒഴുകുന്ന ജനം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, മുട്ടുകുത്തിയും തലകുത്തിയും പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ തോന്നി, ഇവർക്ക് എന്ത് ഡെഡിക്കേഷനാണ് അവരുടെ ദൈവത്തോട് എന്ന് ഞാൻ വിശ്വസിച്ചു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഫാസിനേഷൻ എന്നെ അങ്ങോട്ട് നീക്കുന്ന സമയത്താണ് ബൈബിളിലെ ഈ വാക്ക് എന്നെ വലിച്ചു പിടിച്ചത്. ഞാൻ തന്നെ എന്നറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപത്തിൽ മരിക്കും. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഞാൻ വലിച്ചെറിഞ്ഞ എൻ്റെ ജോലി, എൻ്റെ വിശ്വാസത്തിനെതിരായ ജോലി വലിച്ചെറിയുമ്പോഴാണ് എന്നെ ബാംഗ്ലൂരിൽ നിന്ന് അവിടുന്ന് വിളിച്ചിട്ട് CMAയുടെ ക്രൈസ്റ്റ് എന്ന് പറയുന്ന ക്രിസ്ത്യൻ കോളേജിലേക്ക് എനിക്ക് ജോലി തരിക. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ക്രിസ്തുവിന് വേണ്ടി ജീവിതം വിട്ടുകൊടുത്ത ഒരാളും തോറ്റ ചരിത്രം ലോകത്തിലില്ല.
ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങൾ ആരെ ഓർത്താ കൈയടിച്ചത്? കൈയടിക്കണമെങ്കിൽ ലോകത്തൊരുവനേ ഉള്ളൂ, അവൻ നസ്രായനായ യേശു ക്രിസ്തു. നെപ്പോളിയൻ പോലും മരണത്തിന്റെ അവസാന നിമിഷം വലതുകരം ഉയർത്തി പറഞ്ഞു, ഞാനും സീസറുമൊക്കെ വാളുകൊണ്ട് ലോകത്തെ കീഴടക്കി, അവനാകട്ടെ സ്നേഹം കൊണ്ട് ലോകത്തെ കീഴടക്കി. അടുത്ത വാക്ക് പറയുന്നു, അല്ലയോ ഗലീലിയക്കാരാ, നീ തന്നെ വിജയിച്ചു എന്ന് പറഞ്ഞ ഗുഡ് ബൈ പറഞ്ഞാണ് നെപ്പോളിയൻ മരിക്കുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, നിങ്ങളുടെ വിശ്വാസം എങ്ങോട്ട്? സഭ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളാകുന്ന സഭ ദൈവത്തിനായി കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഒരു ധ്യാനം കൂടുന്നതോ ബഥേലിൽ വന്ന് മുട്ടുകുത്തുന്നതോ ഇതൊന്നും നിത്യജീവനിൽ ചോദ്യമല്ല. നീ 3 മണിക്കൂർ ഡ്രൈവ് ചെയ്തോ, നീ നിന്റെ കുഞ്ഞുങ്ങളെ നല്ലപോലെ വളർത്തിയോ, ഇതിനൊന്നും ഉത്തരമില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ ഗ്രേറ്റ് ബ്രിട്ടനിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ സ്വർഗരാജ്യം അവന് വേണ്ടി തുറന്നു വെക്കും. യേശു സത്യ ദൈവമാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, കണക്ക് കൊടുക്കേണ്ടി വരും. നീ ശാരീരികതയിൽ ചെയ്ത സകല കാര്യത്തിനും കണക്ക് കൊടുക്കേണ്ടി വരും. ജനം നടന്നു മടുത്തു. നിങ്ങൾക്കറിയാമോ, പുറപ്പാട് 15 നടന്നങ്ങ് മടുത്തപ്പോൾ അവർ ദാഹിച്ചു വലഞ്ഞ അവർ ഷൂർ മരുഭൂമിയിൽ വെച്ച് വിഷമിച്ചു. അവർ മോശയോട് മറുതലിച്ചു. അവസാനം മാറ എന്ന സ്ഥലത്ത് ചെന്നപ്പോൾ അവർക്ക് കിട്ടിയ വെള്ളം കയ്പേറിയതായിരുന്നു. എങ്ങനത്തെ വെള്ളം? കയ്പ്. ജനം ധിക്കരിച്ചു തുടങ്ങി. ദൈവത്തിന് പ്രിയപ്പെട്ടവനെ, ദൈവം അവരോട് പറഞ്ഞു, മോശെ, നീ എന്തിനാ വിഷമിക്കണേ? നീ ഒരു കാര്യം ചെയ്യ, ഒരു തടിക്കഷ്ണം കാണിച്ചു കൊടുത്തു. എന്തു കൊടുത്തു? ഒരു തടിക്കഷ്ണം. മരുഭൂമിയിൽ വരെ ഒരു തടിക്കഷ്ണം ദൈവം മാറ്റി വെച്ചിട്ടുണ്ട്. അതെടുത്ത് കയ്പിലേക്ക് ഇട്ടപ്പോൾ കയ്പേറിയ മാറ മധുരമായി മാറി. കാലങ്ങൾക്ക് മുമ്പ്, 2000 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾക്കായി കുരിശാകുന്ന തടിക്കഷ്ണം ദൈവം മാറ്റിവെച്ചു. ഇന്ന് ഈ മരുഭൂമിയിൽ, ക്യാൻസറിന്റെ മരുഭൂമിയിൽ, രോഗത്തിന്റെ മരുഭൂമിയിൽ ഈ തടിക്കഷ്ണം എടുത്ത് എങ്ങോട്ടിടണം? നിന്റെ വേദനയിലേക്ക് ഇടണം. കുരിശു മരണമാകുന്ന ബലി, ദിവ്യകാരണമാകുന്ന ബലി നിങ്ങളുടെ ജീവിതത്തിന്റെ വേദനയിൽ എടുത്തിടണം. ദൈവം നിങ്ങളെ മാറ്റിമറിക്കും. ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ, ഒരു ഹല്ലേലൂയ പറഞ്ഞേ. കേൾക്കത്തില്ല? ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ജനം ദൈവത്തിന്റെ മുന്നിൽ, മോശയ്ക്ക് മുന്നിൽ അവർ വളരെയധികം മറുതലിച്ചു. അവർ ചോദിച്ചു, ഇവിടെ ആഹാരമില്ല, എന്ത് ചെയ്യാം? മടുത്തു. ഈ മന്ന തിന്ന് ഈ മടുത്തു എന്നാണ് ഇവർ ബൈബിളിൽ പറയുക. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, ഈ സമയം മോശയ്ക്കാകെ വിഷമമായി. ഏതായാലും അവർ മന്ന ഒരു മടുത്തു എന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കുക, അവിടേക്ക് ആഗ്നേയ സർപ്പങ്ങൾ വന്ന് ജനത്തെ കടിച്ചു മുറിച്ചു. വിഷമേറ്റ പലരും മരണത്തിലൂടെ കടന്നുപോയി. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, യോഗ്യതയില്ലാതെ ദൈവത്തിന്റെ മന്നയായ വചനമാകുന്ന പരിശുദ്ധ കുർബാന മാറ്റിവെക്കുമ്പോൾ ആഗ്നേയ സർപ്പങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും, നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകും. മോശ കരഞ്ഞു. അവർ പറഞ്ഞത് മടുത്തുന്ന ഈ മന്ന കണ്ട് മോശ കരഞ്ഞു. ദൈവം മോശയോട് പറഞ്ഞു, പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി എങ്ങനെ ഉയർത്തണം? ഒരു വടിയിൽ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, കാലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കായി ഒരു വടിയിൽ ഒരു പിച്ചള സർപ്പം ഉയർന്നു നിന്നു. അത് മറ്റാരുമല്ല, കുരിശാകുന്ന വടിയിൽ യേശുവാകുന്ന അനുഗ്രഹം ഉയർന്നു നിന്നു. എന്നിട്ട് പറയുന്നു, ആരൊക്കെ അവന്റെ മുഖത്ത് നോക്കുന്നു അവരെല്ലാം ഈ പാമ്പിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ശ്രദ്ധിക്കുക, പോയിന്റ് ഇതാണ്. നോക്കാത്തവന് രക്ഷയില്ല, നോക്കുന്നവന് രക്ഷ. ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനെ, അവന്റെ മുഖത്തേക്ക് നോക്കുന്നവരെല്ലാം എന്താണ്? പ്രകാശിതരായി. അവൻ ലോകത്തിന്റെ പ്രകാശം. എൻ്റെ അനുഭവം കൊണ്ടും എൻ്റെ ജീവിതം കൊണ്ടും ഞാൻ പറയുന്നതാണ്. എത്ര പേരാ ഇതിൻ്റെ അകത്ത് ക്യാൻസർ, എത്ര പേരാ കുഞ്ഞുങ്ങളില്ലാത്തവര്, എത്ര പേരെ എഴുന്നേക്കാൻ പറ്റാതെ വീൽ ചെയറിൽ നിൽക്കുക. അല്ലയോ കൊരിന്ത്യോസുകാരെ, നിങ്ങൾ ഞെരുങ്ങുന്നത് നിങ്ങളിൽ തന്നെയാണ്.
എൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയാം. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, എൻ്റെ കൺമുന്നിൽ ഞാൻ ക്യാൻസർ മാറുന്ന കണ്ടിട്ടുണ്ട്, ട്യൂമർ മാറുന്ന കണ്ടിട്ടുണ്ട്, വീൽ ചെയറിൽ നിന്ന് ആളുകൾ എഴുന്നേൽക്കുന്ന കണ്ടിട്ടുണ്ട്, എന്തിനേറെ മഴ പെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, എല്ലാ സാഹചര്യങ്ങളിലും എനിക്കൊരു കാര്യം മാത്രം അറിയാം, എല്ലാം നടന്നത് യേശു ദൈവമാണെന്ന് പ്രഖ്യാപിച്ചപ്പോഴാണ്. നിങ്ങൾ യൂട്യൂബിൽ ചുമ്മാ അടിക്കണം, അയർക്കുന്നം കൺവെൻഷൻ. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഒരു ദിവസം കൺവെൻഷൻ, 3 ദിവസത്തെ കൺവെൻഷനിൽ 3 ദിവസവും മഴ. എൻ്റെ ജീവിതത്തിൽ ഞാനും ഈ പീറ്ററും കിടന്ന് വിഷമിച്ചു. മഴ, ഓപ്പൺ എയറിൽ കൺവെൻഷൻ കംപ്ലീറ്റ് കുളമായി. എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നു. പരിശുദ്ധ കുർബാന പള്ളിയിൽ നിന്ന് കഴിഞ്ഞപ്പോൾ നെഞ്ചുരുകി കുർബാനയിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളൊന്ന് ഇറങ്ങി. യൂട്യൂബിൽ ആരോ എടുത്തിട്ടതാണ്. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, കഠിന മഴയിൽ നനഞ്ഞ് ഞങ്ങൾ അവിടെ അയർക്കുന്നത്തെ സ്റ്റേജിലേക്ക് പോയി. ആളുകളെല്ലാം പള്ളിയിലിരുന്നു. എങ്ങനെ വചനം പറയാൻ? ഞാൻ അറിയാതെ അവിടെ നിന്ന് ഈ സ്റ്റേജിൽ നിന്ന് പുറത്തിറങ്ങി. ഈ പീറ്റർ വലതു ഉയർത്തി ദൈവമേ എന്ന് വിളിച്ച് പാടിക്കൊണ്ടേയിരുന്നു. ഞാൻ അറിയാതെ വിളിച്ചു, ഈശോയെ നീ ദൈവമാ, നീ ഒന്ന് തൊടണം. വലതു ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, അറിയാതെ ഞാൻ പറഞ്ഞു, യേശു സത്യമാണെങ്കിൽ ദൈവമാണ്. ആ ഒരു വിശ്വാസത്തിൽ മഴയെ നീ ശാന്തമാകുക. ആളുകളോട് വിളിച്ചു പറഞ്ഞു, വാ, വലിയ അത്ഭുതം നടക്കും, ഈ സമയത്ത് ദൈവം തൊടുമെന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ആളുകളുടെ മുന്നിൽ, 10,000-കണക്കിന് ആളുകളുടെ മുന്നിൽ കഠിനമായ പെയ്തു നിന്ന മഴ പെട്ടെന്ന് സ്റ്റോപ്പായതുപോലെ സ്റ്റോപ്പായി. ഒറ്റ നാമത്തിന് മുന്നിൽ, യേശു സത്യ ദൈവം എന്നുള്ള ഒറ്റ വാക്ക്, എല്ലാം സ്റ്റോപ്പായി. നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകും. ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഇവിടെ ബഥേലാണോ വേണ്ടത്? ഇവിടെ സ്ഥിരമായി ഒരു പെനിവേൽ വേണം. ഇവിടെ ഒരു ധ്യാന കേന്ദ്രം വേണ്ടേ? ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മളെ ഓർത്തല്ല, നമ്മുടെ കുഞ്ഞുങ്ങൾ, വേദനിക്കുന്നവർ. ഞാൻ യൗവനങ്ങളുടെ നടുവിലൂടെ പോകുന്ന ഒരാളാണ്. ഇത് കഴിഞ്ഞ് നിങ്ങളുടെ ടീനേജിന്റെ നടുവിലാണ് നിൽക്കുക. ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മൾ അപകടകരമായ ഒരു സോണിലാണ്. കഞ്ചാവും മദ്യവും അവിശ്വാസവും ഏത്തിസവും നമ്മുടെ കുഞ്ഞുങ്ങളെ വേട്ടയാടുമ്പോൾ സഭയിൽ ഒരു പ്രകാശം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നമുക്കൊന്നിയേരാം, കർത്താവിന്റെ മുന്നിൽ മുട്ടുകുത്താം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ആർ യു റെഡി? ആർ യു റെഡി? ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തുന്നു. യെശയ്യാ 53:5. സൗഖ്യം നടക്കാൻ പോകുന്നതല്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, നടക്കുമെന്നുമല്ല പറയുക. യെശയ്യാ 53:5, അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചു, നടന്നു. പാസ്റ്റ് ടെൻസ്, യു ഹാവ് ബീൻ ഹീൽഡ് എന്നാണ് ബൈബിൾ പറയുക. ഇന്ന് കൈകൾ നെഞ്ചോട് ചേർക്കുകയാണ്. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്കിക്കേ. ഒരു ദിവസം എൻ്റെ ജീവിതത്തെ സൗഖ്യങ്ങളുടെ നടുവിൽ എന്നെ ഏറ്റവും മാറ്റിമറിച്ച, ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സൗഖ്യം ഏതെന്ന് ഞാൻ കണ്ടത് ഒരു ചെറിയ സംഭവമാണ്. ഒരു ദിവസം എനിക്കൊരു ഇമെയിൽ വന്നു, ചെന്നൈയിലുള്ള ഒരു ഇമെയിൽ. ആരോ പറഞ്ഞ് അയച്ചതാണ്. കഠിനമായ രോഗത്തിൽ കടന്നു പോകുന്ന അവരിങ്ങനെ ഇമെയിൽ ചെയ്തു, ഒരു പ്രാവശ്യം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാമോ? ഞാൻ അറിയാതെ ഈ വാക്യം എഴുതി വിട്ടു. ആകാശത്തിന്റെ കീഴിൽ ഏക സത്യദൈവം യേശു, നിങ്ങൾ ഈ വാക്യം വായിക്കണം എന്ന് പറഞ്ഞ് ഒന്ന് എഴുതി വിട്ടു. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, കഴിഞ്ഞ നാളിൽ ഒരു വലിയ സാക്ഷ്യം ഈ ജനം വിളിച്ചു പറയുകയുണ്ടായി. അത് മറ്റൊന്നുമായിരുന്നില്ല. ഇമെയിൽ കിട്ടിയ സമയം രോഗിയായ വ്യക്തിയുടെ അടുത്തേക്ക് ഇമെയിൽ പ്രിന്റ് എടുത്ത് ഈ വ്യക്തി ഇത് എടുത്തു കൊടുത്തു. ഈ രോഗി ഇതിങ്ങനെ വായിച്ചു, യേശു സത്യ ദൈവമാണെന്ന് പ്രഖ്യാപിക്കണം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, പ്രഖ്യാപിച്ച ആള് ആ സെക്കൻഡിൽ തന്നെ ആ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു. അതിന് വ്യക്തികളൊന്നും വേണ്ട, യേശു മാത്രം മതി. ഇമെയിൽ ആകാം, മെസ്സേജ് ആകാം, നിങ്ങളുടെ ഹൃദയമാകാം. ആർ യു റെഡി ടു സറണ്ടർ യുവർ ലൈഫ്? മക്കളെ, സമയം അതിക്രമിച്ചിരിക്കുന്നു. ഞാൻ വീണ്ടും പറയുന്നു, യൂറോപ്പ് കാണാൻ പോകുന്നത് വേദനയുടെ കാലം. ആർക്കും ഇറങ്ങി നടക്കാനാവാത്ത സംഭവങ്ങൾ ഇനിയും ഉണ്ടാകും. അപകടങ്ങളുണ്ടാകും, രോഗങ്ങളുണ്ടാകും, പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ദൈവത്തിന് മുന്നിൽ. 2 മിനിറ്റ് കൊണ്ട് ദൈവത്തിന് മുന്നിൽ നമ്മളെ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. യേശുവിൻ്റെ വലിയ സാന്നിധ്യത്താൽ വലതുകരം ഒന്ന് ഉയർത്തിക്കേ. നിങ്ങൾ
നിങ്ങളുടെ വിശ്വാസം ഒന്ന് പ്രഖ്യാപിക്കാൻ തയ്യാറുണ്ടോ? ഉണ്ടോ? വലത് കൈ ഉയർത്തിക്കേ. നിങ്ങൾ തോറ്റുകൊടുക്കരുത്. ഇനിയും ഈ വാക്ക് പറയുവാൻ നിങ്ങൾക്ക് സമയമുണ്ടാകണമെന്നില്ല. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഈ ശരീരത്തിലൂടെ ജീവനുള്ള കാലം വിളിച്ചു പറയേണ്ട ഒരേ ഒരു കാര്യം, നീ കർത്താവാണെന്ന്, നീ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുന്ന സമയം. ദൈവത്തിന്റെ പ്രിയപ്പെട്ട ജനമേ, ഗ്രേറ്റ് ബ്രിട്ടനിലെ ഈ മിഡ്ലാൻഡിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്നു. കൈക്ക് വളവുണ്ടാകരുത്. നിത്യജീവന്റെ വലിയ അനുഗ്രഹം, ക്യാൻസറുകൾ മാറുന്ന സമയം, രോഗങ്ങൾ മാറുന്ന സമയം. ഒന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ യേശുവേ, നീയല്ലാതെ മറ്റൊരു ദൈവം എനിക്കില്ല. ഇന്നു മുതൽ മരണം വരെ എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ് യേശുവിനെ പ്രഘോഷിക്കും. യേശു അല്ലാതെ സഭയിൽ മറ്റൊരു ദൈവം ഇല്ലേ ഇല്ല. ഹല്ലേലൂയ. വിളിച്ചേ ഹല്ലേലൂയ. വിളിച്ചേ യേശുവേ. നിലവിളിച്ചേ. വിളിക്കോ. അങ്ങ് സ്തുതിച്ചേ. സ്തുതിക്കോ. കെട്ടുകൾ അഴിയാൻ പോകുന്നു. സ്തുതിച്ചോ. ഒരു രോഗമുള്ള കുഞ്ഞിനെ ദൈവം സൗഖ്യപ്പെടുത്തുന്ന സമയമായത്. ഒരു രോഗമുള്ള കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവം ആ കുഞ്ഞിനെ സൗഖ്യപ്പെടുത്തുന്ന സമയം. വിളിക്കാം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. സ്വരമേർത്തി പാടിക്കേ. യേശുവേ രക്ഷകാ, കർത്താവേ, നാഥനേ. യേശുവേ കൈകളടിച്ച് രക്ഷകാ, കർത്താവേ, നാഥനേ. യേശു കർത്താവാണെന്നും കൈകളുയർത്തി യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. നീ ഒന്ന് സ്തുതിച്ചേ. യേശുവേ സ്തുതിച്ചേ. രക്ഷകാ, സ്തുതിച്ചേ. കർത്താവേ, നാഥനേ. സ്തുതിച്ചേ. യേശുവേ രക്ഷകാ, സ്തുതിച്ചേ. കർത്താവേ, നാഥനേ. ഹല്ലേലൂയ. സ്തുതിച്ചേ. രക്ഷകാ, കർത്താവേ, നാഥനേ. യേശുവേ രക്ഷകാ,
ഹല്ലേലൂയ.